ഒരുപാട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രോഗമാണ് സോറിയാസിസ്. ഇത് എന്തു തരം രോഗമാണ്? ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സോറിയാസിസ് നമ്മളുടെ സ്കിന്നിനെ ബാധിക്കുന്ന, ത്വക്കിനെ ബാധിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ് സോറിയാസിസ്. ഓട്ടോ ഇമ്മ്യൂൺ രോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ ഒരു പ്രതിരോധ വ്യവസ്ഥയ്ക്ക് വരുന്ന ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ ജോലി എന്താണ്, നമ്മളുടെ ശരീരത്തിനെ ബാധിക്കുന്ന, പുറത്തു നിന്ന് നമ്മളുടെ ശരീരത്തിന് വരുന്ന ഒരു ആക്രമണകാരി, അത് എന്തെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾ ആകാം, അതിനെതിരായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിന് പകരമായിട്ട് മറ്റെന്തെങ്കിലും, മിക്കവാറും ജീൻ, നമ്മളുടെ ശരീരത്തിലുള്ള ആ ജനിതക ഘടകമായിട്ടുള്ള ജീനിന്റെ ഒരു മാറ്റം കൊണ്ടായിരിക്കും, ജീനിന് സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു മാറ്റം മൂലമായിരിക്കും ഇത് സംഭവിക്കുന്നത്. അതുമൂലം എന്താണ്, ഈ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളുടെ ശരീരത്തിലെ വിവിധ കോശങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഓർഗനുകൾക്കെതിരെ അല്ലെങ്കിൽ ശരീരത്തിനെ സഹായിക്കുന്ന ഹോർമോണുകൾ, പ്രോട്ടീനുകൾക്കൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കുന്നു. അതുമൂലം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. അത് സ്കിന്നിനെയാണ് ബാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് സോറിയാസിസ് എന്ന് പറയും. അപ്പൊ ഈ ഒരു അസുഖത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു അസുഖം ഉള്ളവർക്ക് മറ്റ് നോർമൽ മനുഷ്യരെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കിന് അവരിൽ ഉണ്ടാകുന്ന ആ ഒരു സ്കിൻ കോശങ്ങളുടെ, ത്വക്കിന്റെ കോശങ്ങളുടെ ഉൽപാദനം, വിഭജനം, പിന്നെ അതിന്റെ ആ ഒരു എക്സ്ഫോളിയേഷൻ, കൊഴിഞ്ഞു പോകലൊക്കെ 10 മടങ്ങ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു അസുഖമുള്ളവർക്ക് എന്താണ്, തൊലിപ്പുറം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഭാഗത്ത് സ്കിൻ ഇങ്ങനെ പുതിയതായിട്ടുണ്ടായി, സ്കിൻ കോശങ്ങൾ കുറെ ഒരുപാടുണ്ടായി, ഇങ്ങനെ അത്തി അടുങ്ങി ഇരുന്നിട്ട് അവിടെ ഒരു കട്ടിപ്പുള്ളത് പോലെ ഫീൽ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു തൊലി ചിലപ്പോ പൊട്ടിപ്പൊളിഞ്ഞ് അതിന്റെ മുകളിൽ ഈ ഒരു പാട, ഒരു സ്കെയിൽസ്, ചെതുമ്പലൊക്കെ ഉള്ളതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഇതാണ് ഈ ഒരു രോഗത്തിന്റെ ഏറ്റവും പ്രധാന ലക്ഷണം അല്ലെങ്കിൽ കാരണം, അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്നൊക്കെ പറയുന്നത്. ഈ രോഗം വരാനുള്ള കാരണം എന്താണ്? ഇത് ശരിക്കും ജനറ്റിക് ആയിട്ട് വരുന്ന ഒരു രോഗമാണ്. അതായത് നമ്മളുടെ എല്ലാ ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്നത് ജീനല്ലേ. അതുപോലെ തന്നെ ഈ ഒരു സോറിയാസിസ് എന്ന് പറയുന്ന ഒരു രോഗം വരുത്തുന്നത് ഒരു പ്രത്യേകതരം ജീനാണ്. ജീനുകൾ നമുക്ക് എവിടുന്ന കിട്ടുന്നത്, നമ്മളുടെ പൂർവികരിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ടാണ് ഒരാളിലൊരു ജീൻ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളുടെ അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു പേരൻസിന് ഈ ഒരു രോഗം ഉണ്ടാക്കുന്ന ജീനുകൾ ഉണ്ടെങ്കിൽ, അതായത് ഈ ഒരു രോഗം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ജീൻ ട്രാൻസ്ഫർ ആയിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് എത്താൻ വളരെ ചാൻസ് കൂടുതലാണ്. പക്ഷെ ഈ ഒരു ജീൻ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് ഒരിക്കലും ഈ രോഗം വന്നോളണം എന്നില്ല. മറ്റ് ചില സാഹചര്യങ്ങളും കൂടി ഒത്തു വന്നെങ്കിൽ മാത്രമേ ഈ ഒരു ജീൻ ആക്ടിവേറ്റ് ആവുകയും ഈ ഒരു രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുകയുള്ളൂ. അപ്പൊ ഈ ഒരു സാഹചര്യങ്ങൾ, ഈ ഒരു ജീനിനെ ആക്ടിവേറ്റ് ആകുന്ന സാഹചര്യങ്ങളെ നമുക്ക് പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ട്രിഗറിങ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് എന്നൊക്കെ പറയാം. അപ്പൊ പല ആൾക്കാരിലും പലതരത്തിലാണ് ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് വരുന്നത്. എന്തെങ്കിലും ഫിസിക്കൽ ട്രോമാസ്, നമ്മളുടെ ത്വക്കിന് ബാധിക്കുന്ന ചില മുറിവുകളോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻസ്, ട്രോമ, അതല്ലെന്നുണ്ടെങ്കിൽ ക്ഷതങ്ങളൊക്കെ മൂലം ചിലപ്പോൾ ഈ ഒരു സോറിയാസിക് ടെൻഡൻസി ട്രിഗർ ആയി എന്ന് വരാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന എന്തെങ്കിലും വിഷമങ്ങൾ അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കങ്ങൾ ഒക്കെ സോറിയാസിസിനെ ട്രിഗർ ചെയ്യാറുണ്ട്. ചില കുഞ്ഞുങ്ങൾക്ക് എന്താണ്, എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ, ത്രോട്ട് ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നതിന് ശേഷം ഈ ഒരു രോഗം പൊട്ടിപ്പുറപ്പെടുന്നതായിട്ട് കാണാം. ചില മരുന്നുകൾ അല്ലെന്നുണ്ടെങ്കിൽ ചിലർക്ക് വെയിലായിരിക്കും ഒരു കാരണം സോറിയാസിസിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകാനായിട്ട്. പിന്നെ നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കള്, പിന്നെന്താണ് നമ്മളുടെ ജീവിത ശൈലി, ആൽക്കഹോളിന്റെയും ടൊബാക്കോ, സ്മോക്കിങ്ങിന്റെ ഒക്കെ കണ്ടമാനമായിട്ടുള്ള ഉപയോഗം, പിന്നെ ഒരു ക്ലൈമറ്റ്, ചിലർക്ക് വിന്റർ ക്ലൈമറ്റ്, അതായത് അധികം മഞ്ഞുള്ള അല്ലെങ്കിൽ അധികം പൊടിയുള്ള ക്ലൈമറ്റ് ഒക്കെ ചിലപ്പോൾ ഈ ഒരു സോറിയാസിസിനെ ട്രിഗർ ചെയ്തു എന്ന് വരാം. ഇതൊക്കെയാണ് ഈ ഒരു രോഗം വരാനുള്ള പ്രധാന കാരണം. മറ്റുള്ള രോഗങ്ങളിൽ നിന്ന് ഈ സോറിയാസിസ് എങ്ങനെ തിരിച്ചറിയാം? ഈ രോഗം മറ്റ് പല ത്വക്ക് രോഗങ്ങളും നമ്മൾ കോണ്ടാക്ട് വഴി സ്പ്രെഡ് ചെയ്യും അല്ലെ. പക്ഷെ ഈ ഒരു സോറിയാസിസ് എന്ന് പറയുന്ന ഒരു രോഗം ഒരിക്കലും ആ ഒരു രോഗമുള്ള വ്യക്തിയുടെ അടുത്തിരുന്നെന്ന് പറഞ്ഞുകൊണ്ടോ അവരോട് അടുത്ത് ഇടപഴകി എന്ന് പറഞ്ഞുകൊണ്ടോ ഒന്നും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല. അതിന് ആ ഒരു പ്രത്യേകത ജീൻ വേണം, ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ സിംറ്റംസ് ഉണ്ടാവുകയുള്ളൂ. അതാണ് ഏറ്റവും പ്രധാന പ്രത്യേകത. പിന്നെ ഇതിന്റെ പലതരത്തിലുള്ള സോറിയാസിസുകൾ ഉണ്ട്. അപ്പൊ ആ ഒരു ടൈപ്പ് മാറുന്നതിനനുസരിച്ച് ഇതിന്റെ ആ ഒരു ലക്ഷണങ്ങൾ ചിലപ്പോൾ മാറും. അപ്പൊ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന സോറിയാസിസ് എന്ന് പറയുന്നത് എന്താണ്, സോറിയാറ്റിക് വൾഗാരിസ് എന്ന് പറയുന്ന ഒരു ടൈപ്പാണ്, അല്ലെങ്കിൽ അതിന് പ്ലേഗ് സോറിയാസിസ് എന്നൊക്കെ പറയും. അതിന്റെ ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്ലേക്ക് ഫോം ചെയ്യും. ആദ്യം ഒരു കുരു പോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഫോം ഉണ്ടാകുന്നത്. അതിനുശേഷം അതൊരു പ്ലേക്ക്, അതൊരു ഫലകമായിട്ട് മാറും. അത് റെഡ് കളറിൽ, ഇളം ചുവപ്പോ അല്ലെങ്കിൽ റോസ് കളറിലോ പർപ്പിൾ കളറിലോ ഒക്കെയുള്ളൊരു ഫലകമായിട്ട് മാറും. പിന്നീട്
അതിന്റെ മുകളിൽ സ്കെയിൽസ് ഈ ഒരു പൊട്ടിപ്പൊളിഞ്ഞ് തൊലി ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് വരാനോ അല്ലെന്നുണ്ടെങ്കിൽ പൊടിയായിട്ട് വരാനോ ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ കാണുമ്പോഴത്തേക്കും പാമ്പ് ഇങ്ങനെ പടം പൊഴിക്കാൻ നിൽക്കുന്നത് പോലത്തെ ഒരു പിക്ചർ ആയിരിക്കും ആ ഒരു പേഷ്യന്റിന് ഉണ്ടായിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അവരിയ്ക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് മൊത്തം ഇങ്ങനെ തൊലി ഇളകി കിടക്കുന്നതായിട്ട് അല്ലെങ്കിൽ പൊടിയായിട്ട് കിടക്കുന്നതായിട്ടൊക്കെ തോന്നും. ഇതാണ് ഈ ഒരു പ്ലേഗ് സോറിയാസിസിന്റെ പ്രത്യേകത. പിന്നെ ഇതിനൊരു ചെറിയ ചൊറിച്ചിൽ കാണും. പിന്നെ ഈ ഒരു സ്കെയിൽസ് ഇളക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ നിന്ന് ചെറിയ രീതിയിൽ ഇങ്ങനെ രക്തം പൊടിഞ്ഞു വരുന്നതായിട്ടൊക്കെ കാണാം. പിന്നെ ഈ ഒരു സോറിയാസിസ് ചിലപ്പോൾ നമ്മളുടെ സ്കാൽപ്പിനെ ബാധിക്കും, അതായത് നമ്മുടെ ശിരോചർമ്മത്തെ ബാധിക്കും. അപ്പൊ അത് പലപ്പോഴും നമ്മളുടെ ഡാൻഡ്രഫ് താരനായിട്ട് നമ്മൾ കൺഫ്യൂസ് ചെയ്യാറുണ്ട്. അതായത് താരൻ വരുന്നത് പോലെ തന്നെ തല നിറച്ചും ഇങ്ങനെ പൊടിയായിട്ടായിരിക്കും കാണുന്നത്. പക്ഷെ താരനിൽ നിന്നുള്ള ഇതിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി കൊഴിയുന്നത് കുറച്ച് കുറവായിരിക്കും. അത് മാത്രമല്ല പ്രത്യേക സ്ഥലത്ത് മാത്രമായിരിക്കും ഒരു ലീഷൻ ഉണ്ടാവുക. അത് ഒരു ഡോക്ടർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് മനസ്സിലാക്കാൻ കഴിയും ഇത് സോറിയാസിസിന്റെ ആണോ അതോ താരന്റെ ബുദ്ധിമുട്ടാണോ എന്നുള്ളത് ഒരു ഡോക്ടറിന് മനസ്സിലാകും. പിന്നെ ഈ ഒരു പ്ലേഗ് സോറിയാസിസ് വരുന്നത് നമ്മളുടെ കൈമുട്ട്, കാൽമുട്ട് പോലെയുള്ള ഭാഗങ്ങളിലേക്കാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പ്രധാന പ്രത്യേകത. പിന്നെ ചില കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻഫെക്ഷൻ വന്നതിന് ശേഷം ചെറിയ കുരുക്കൾ ശരീരത്തിൽ ഉണ്ടാകും. ഒരു വെള്ളത്തുള്ളി പോലെയുള്ള ഒരു കുരുക്കളൊക്കെ ആയിരിക്കും. അത് വന്നതിന് ശേഷം അതിങ്ങനെ ഒരു സോറിയാസിസിന്റെ സിംറ്റംസ് പ്ലേക്ക് ആയിട്ടും പിന്നെ അതിന്റെ മുകളിൽ സ്കെയിൽസ് ആയിട്ടും ഒക്കെ മാറും. അതിനെ നമ്മൾ ഗട്ടേറ്റ് സോറിയാസിസ് എന്നാണ് പറയുന്നത്. പിന്നെ ചില ആളുകളിൽ കൈവെള്ളയിലും കാൽവെള്ളയിലും മാത്രം സോറിയാസിസ് ഉണ്ടാകാറുണ്ട്. അത് പാൽമോ പ്ലാന്റാർ സോറിയാസിസ് എന്നാണ് പറയുന്നത്. പിന്നെ ചിലപ്പോൾ നമ്മളുടെ ഈ ഒരു എക്സ്റ്റൻസേഴ്സ്, അതായത് കൈയുടെ മടക്കില്, കാലിന്റെ മടക്കില്, കക്ഷത്തില്, സ്ത്രീകളിലാണെങ്കിൽ ബ്രസ്റ്റിന്റെ അടിഭാഗത്ത് ഒക്കെ സോറിയാസിസ് കാണാറുണ്ട്. അത് ഫ്ലെക്സർ സോറിയാസിസ് എന്നാണ് അതിനെ പറയുന്നത്. പിന്നെ ചുരുക്കം ചില ആളുകളിൽ ഈ സോറിയാസിസ് വരുമ്പോൾ ആ ഒരു സ്കെയിലിന്റെ അല്ലെങ്കിൽ ആ ഒരു ശൽക്കത്തിന്റെ അടിയിൽ പസ് ഫോം ചെയ്യും, പഴുപ്പ് ഫോം ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അതിനെ പസ്റ്റുലാർ സോറിയാസിസ് എന്നാണ് പറയുന്നത്. കൂട്ടത്തിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണിത്. അത് കുറച്ച് പെയിൻഫുൾ ആയിട്ടാണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത്. നമ്മളുടെ നഖത്തിന് സോറിയാസിസ് ബാധിച്ചിട്ട് നഖം വികൃതമാകാം, അല്ലെങ്കിൽ നഖത്തിന്റെ അവിടെ ഇവിടെയൊക്കെ പൊട്ടിപ്പോകാം, കുഴികളൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഈ ഒരു സോറിയാസിസ് നമ്മളുടെ സന്ധികളെ ബാധിക്കാം. അപ്പൊ നമുക്ക് സന്ധിഭാഗത്തിൻ്റെതായിട്ടുള്ള ഒരു വേദന അല്ലെങ്കിൽ ഒരു വീക്കം, റെഡ്നെസ് ഒക്കെ ഉണ്ടാകാം, നടക്കാനും എഴുന്നേക്കാനും ഒക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട്, പെയിൻ ഒക്കെ ഉണ്ടാകും. ഇതിനെ സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്നാണ് പറയുന്നത്. ചികിത്സാ രീതിയെ പറ്റി പറയാമോ? നമുക്ക് ഹോമിയോപ്പതിയിലാണെങ്കിൽ സോറിയാസിസിന് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരുപാട് മരുന്നുകളുണ്ട്. അപ്പോൾ ഇത് ഏത് തരത്തിലുള്ളതാണ്, ഏത് ടൈപ്പ് സോറിയാസിസ് ആണെന്നുണ്ടെങ്കിലും അതിനനുസൃതമായിട്ടുള്ള മരുന്നുകൾ ധാരാളമായിട്ട്, എക്സാമ്പിൾ പറയുന്നത് സൾഫർ, മെസറിയം അല്ലെന്നുണ്ടെങ്കിൽ റെസ്റ്റോക്സ് പോലെയുള്ള ഒത്തിരി മെഡിസിനുകൾ നമുക്ക് ഈ ഒരു സോറിയാസിസിന് അവൈലബിൾ ആണ്. ഇത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ പേഷ്യന്റിന്റെ മൊത്തം ഹിസ്റ്ററിയും ചോദിച്ച് മനസ്സിലാക്കും. അവർക്ക് ഈ ഒരു രോഗം മൂലം ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, അതിന് മുമ്പ് അവർ അനുഭവിച്ചിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷമാണ് നമ്മൾ ഇവർക്കൊരു മരുന്ന് എഴുതുന്നത്. അപ്പൊ അത് ഉള്ളിലേക്ക് കഴിക്കാനുള്ള മരുന്നായിരിക്കും. അതിന്റെ കൂടെ തന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടി നമ്മളുടെ ഭക്ഷണത്തിലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതശൈലിയിലും ഉള്ള ചെറിയ മാറ്റങ്ങളും കൂടെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു 100% എഫക്റ്റീവ് ആയിട്ട് ഈ ഒരു സോറിയാസിസിന്റെ ലക്ഷണങ്ങളെയും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെയും ഒക്കെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയും. മരുന്നിനോടൊപ്പം നമ്മൾ മറ്റെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം ഈ ട്രിഗറിങ് ഫാക്ടർ ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിപ്പോ ഓരോരുത്തർക്കും ഓരോ ട്രിഗറിങ് ഫാക്ടർ ആയിരിക്കും. അപ്പൊ അത് കണ്ടുപിടിച്ചിട്ട് അത് കഴിവതും ഒഴിവാക്കുക, അതിനോട് അഭിമുഖീകരിക്കേണ്ടി വരുന്ന അവസ്ഥകൾ കഴിവതും ഒഴിവാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഭക്ഷണത്തിൽ നമ്മൾ ഒരുപാട് മാറ്റം കൊണ്ടുവരണം. അപ്പോൾ റെഡ് മീറ്റ് പോലെയുള്ള, അതായത് ബീഫ്, പോർക്ക്, അതല്ലെന്നുണ്ടെങ്കിൽ താറാവിന്റെ ഇറച്ചി പോലെയുള്ള റെഡ് മീറ്റ്സ് ഒക്കെ ഒഴിവാക്കുക, പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. പിന്നെ ഭക്ഷണത്തിൽ നിന്നും ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ, അതായത് ചില ധാന്യങ്ങളിലൊക്കെ കണ്ടുവരുന്ന പ്രോട്ടീനാണ് ഗ്ലൂട്ടൻ എന്ന് പറയുന്നത്. ഗോതമ്പ്, ഓട്സ്, ബ്രൗൺ റൈസിലൊക്കെ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ചിലർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. പിന്നെന്താണ്, കോഫി, ടീ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക. സ്മോക്കിംഗ്, ആൽക്കഹോൾ ഇത് രണ്ടും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതുപോലെ തന്നെ ചിലർക്ക് മുട്ട അലർജി ഉണ്ടാക്കലുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ മുട്ട ഒഴിവാക്കുക. പാലിന്റെ ഉൽപ്പന്നങ്ങൾ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഭക്ഷണത്തിൽ നിന്ന് എടുത്തു മാറ്റുക. പിന്നെ ചില മീനുകൾ ചിലർക്ക് അലർജി ഉണ്ടാക്കലുണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മീനുകളും ഒക്കെ ഒന്ന് ഒഴിവാക്കുക. ട്രിഗറിങ് ഫാക്ടർ ഏതാണെന്ന് മനസ്സിലാക്കി അത് ഭക്ഷണത്തിൽ നിന്ന്
പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് നമ്മൾ കഴിക്കേണ്ട ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്. അപ്പൊ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക. അത് നമ്മൾ പാലുൽപ്പന്നങ്ങളും ഒക്കെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ തൈര്, അധികം പുളിയില്ലാത്ത മോര്, ഇതൊക്കെ യോഗർട്ട്, ഇതൊക്കെ ആന്റി ഓക്സിഡൻസ് പിന്നെ പ്രോബയോട്ടിക്സ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്. ഇതൊക്കെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന വസ്തുക്കളാണ്. അപ്പോൾ അതൊക്കെ ഭക്ഷണത്തിലൊന്ന് ഉൾപ്പെടുത്തുക. പിന്നെ ധാരാളം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഒരുപാട് പഴങ്ങൾ, പച്ചക്കറികളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ചിലവർക്ക് ചില പഴങ്ങൾ, ഓറഞ്ച് അല്ലെങ്കിൽ പൈനാപ്പിൾ പോലെയുള്ള പഴങ്ങളൊക്കെ ഈ ഒരു സോറിയാറ്റിക് സിംറ്റംസ് കൂട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ അത്തരം പഴങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് മറ്റ് പഴങ്ങളൊക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മീറ്റ് ഒഴിവാക്കാൻ ഞാൻ പറഞ്ഞല്ലോ. അപ്പോ മീറ്റ്, മുട്ട, പാൽ ഇതൊക്കെ ഒഴിവാക്കുമ്പോൾ എന്ത് സംഭവിക്കും? പ്രോട്ടീന്റെ കുറവ് വരും. അപ്പൊ പ്രോട്ടീൻ അടങ്ങിയ പച്ചക്കറികൾ, പലതരത്തിലുള്ള ലെഗ്യൂംസ്, അതായത് പയർ, ചെറുപയർ, കടല, മുതിര, ഇതിലൊക്കെ പ്രോട്ടീൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. പിന്നെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആയിട്ടുള്ള കോളിഫ്ലവർ, ബ്രൊക്കോളി, ക്യാബേജ്, ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. പിന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഇലക്കറികൾ, അതിലൊക്കെ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഹെൽത്തിനെ ഒക്കെ ഒന്നും കൂടി അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ. അതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. പിന്നെ ടീ, കോഫി, ഇതൊക്കെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക. ഇത്രയൊക്കെയാണ് നമ്മൾ ഭക്ഷണത്തിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു രോഗമുള്ളവർക്ക് സ്കിൻ ഭയങ്കര വരണ്ട ചർമ്മമായിരിക്കും. അപ്പൊ ചർമ്മത്തിനെ ഒന്ന് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കേണ്ടത് അനിവാര്യമാണ്. അതിനെന്താണ്? ധാരാളമായിട്ട് വെള്ളം കുടിക്കാം. അതുപോലെ തന്നെ വ്യക്തി ശുചിത്വം പാലിക്കണം. അപ്പൊ ഡെയിലി 2 നേരമൊക്കെ ഒന്ന് കുളിക്കാം. 2 നേരം കുളിക്കുമ്പോൾ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ, അധികം ചൂടാവരുത്, ചെറിയ ചൂടുവെള്ളത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ അന്തരീക്ഷ ഊഷ്മാവിലുള്ള വെള്ളത്തിൽ കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വെള്ളത്തിൽ ചെറിയ മൈൽഡ് ആയിട്ടുള്ള സോപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ചെറുപയർ പൊടിയോ ഒക്കെ ഉപയോഗിച്ച് തേച്ച് കഴുകി കുളിക്കുക. അപ്പൊ എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇത്തരം പാടുകൾ, ഈ ഒരു ശൽക്കങ്ങളൊക്കെ ഒന്ന് പൊഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഈ തേച്ച് കുളിക്കുമ്പോഴത്തേക്കും നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ കുളി കഴിഞ്ഞതിന് ശേഷം ബോഡീനെ ഒന്നും കൂടെ ഒന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ട് തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വാസലിനോ അല്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ ഒക്കെ ശരീരത്തിൽ, സ്കിന്നിൽ പുരട്ടാം. പക്ഷെ ഇതൊന്നും ഒരു ശാശ്വത പരിഹാരമല്ല. ശാശ്വത പരിഹാരം കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉള്ളിലേക്ക് മരുന്ന് കഴിക്കുക തന്നെ വേണം. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ സോറിയാസിനെ കൈവരുതിയിലെടുക്കാം. ഇതിന്റെ ഒപ്പം തന്നെ അതേ ഇമ്പോർട്ടൻസോടുകൂടി പറയേണ്ട കാര്യമാണ് യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻസ്, എക്സസൈസ് എന്നുള്ളത്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വരുന്ന എല്ലാ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുന്ന എല്ലാ തരത്തിലുള്ള രോഗങ്ങളെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കൂടുതലായിട്ട് ഒന്നുകൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് കഴിയും. അപ്പം ഇതെല്ലാമാണ് സോറിയാസിസും അല്ലെങ്കിൽ മറ്റുള്ള ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ, അതായത് ആർത്രൈറ്റിസ് അല്ലെന്നുണ്ടെങ്കിൽ തൈറോയ്ഡ് കംപ്ലൈൻസ്, പിന്നെന്താണ് SLE പോലെയുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം രോഗങ്ങളൊക്കെ നമ്മളുടെ കൺട്രോളിൽ തന്നെ കൊണ്ടുവരാൻ കഴിയും.